ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കിച്ചൺ ടിപ്സിന്റെ ആണ്. നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എല്ലാം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളൊക്കെയാണ് കേട്ടോ. വീട്ടമ്മമാരും പിന്നെ അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു ടിപ്സ് ഒന്നും നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. നല്ല യൂസ്ഫുൾ ആണ്. നമ്മുടെ സമയവും പൈസയൊക്കെ ലാഭിക്കാൻ പറ്റുന്ന നല്ല കിഡിലൻ ടിപ്സുകളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് വന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഇതാ പയറൊക്കെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഒത്തിരി പയറൊക്കെ കിട്ടുന്ന ടൈമിലും പിന്നെ അതുപോലെ തന്നെ വില കുറവുള്ള സമയങ്ങളിലൊക്കെ കുറേ അധികം പയറൊക്കെ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഒരു 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഒരു പയർ നന്നായിട്ട് വാടിയിട്ടുണ്ടാവും. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ അടിഭാഗം തൊട്ടിട്ട് നന്നായിട്ട് ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ ടിപ്സ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു പ്ലാസ്റ്റിക് റാപ്പാണ്. ഇപ്പം മിക്കവരുടെയും വീട്ടിൽ ഇതുപോലുള്ള റാപ്പൊക്കെ കാണും. ഇതിന് വലിയ പൈസയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ചു വെച്ചോളൂ. നല്ല യൂസ്ഫുൾ ആണ്. ഇതുപോലുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് ഈ ഒരു റാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കവർ ചെയ്തെടുക്കുന്ന ടൈമിൽ നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. അതായത് ഫുൾ ഏരിയ കവർ ആവുന്ന രീതിയിൽ വേണം കേട്ടോ കവർ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നമ്മൾ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെങ്കിൽ കുറേ നാളത് കേടുകൂടാതിരിക്കും. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. നമ്മൾ വാങ്ങിച്ചത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാ ടൈമിലും എല്ലാ പച്ചക്കറികളെയും ഇതുപോലെ കവർ ചെയ്തെടുക്കാനല്ല പറയുന്നത്. നമ്മൾ ചില സമയങ്ങളിൽ ലാഭത്തിനൊക്കെ കിട്ടാറുണ്ട്. ഒത്തിരി പച്ചക്കറികളൊക്കെ ആ സമയത്ത് നമ്മൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് 1-2 ദിവസം കൊണ്ട് വെച്ച് തീർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികളൊക്കെ തീർന്നു കഴിഞ്ഞാലും ഇതെടുക്കുകയാണെങ്കിൽ ഇത് ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അതിൽ നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചൂടുകാലത്ത് ഇതുപോലെ കുപ്പിയിലാക്കിയിട്ട് ഫ്രീസറിലോട്ട് വെള്ളമൊക്കെ വെക്കാറുണ്ട്. അത് നന്നായിട്ട് ഐസ് ആവാറുമുണ്ട്. ചൂടുള്ള സമയത്ത് ദാഹിച്ചിട്ട് വരുമ്പോൾ തണുത്ത വെള്ളമൊക്കെ കുടിക്കാമല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും നമ്മൾ ഇതുപോലെ കുപ്പിയിലാക്കിയിട്ട് വെള്ളം ഫ്രീസറിലോട്ട് വെക്കുന്നത്. എന്നാൽ ഇത് നമ്മൾ ഐസായി കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു തുള്ളി വെള്ളം നമുക്ക് കിട്ടാറോ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുപ്പിയിലെ മുഴുവൻ വെള്ളം ഐസായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഐസ് അലിയുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഈ ഒരു കുപ്പി അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വെള്ളത്തിലോട്ട് മറ്റോ ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പത്തിൽ അലിഞ്ഞു കിട്ടുമെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു കുപ്പിയിൽ അരഭാഗത്തോളം മാത്രം നമ്മൾ ഏതാണോ കുപ്പി എടുക്കുന്നത് ആ ഒരു കുപ്പിയുടെ അരഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗത്തോളം മാത്രം വെള്ളം നിറയ്ക്കുക. ഫുള്ളായിട്ട് വെള്ളം നിറയ്ക്കാൻ പാടില്ല. ഇപ്പം ഞാൻ ഈ ഒരു കുപ്പിയിൽ മുഴുവനായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ചിട്ട് ഒരു അരഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗത്തോളം ആക്കി മാറ്റുകയാണ്. ഇത്ര വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. അരഭാഗം അല്ലെങ്കിൽ അരഭാഗത്തിൽ കുറച്ച് കൂടുതൽ അത്ര മാത്രം എടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കാം. ഈ ഫ്രീസറിലോട്ട് വെച്ച് കൊടുക്കുന്ന ടൈമിൽ ഇതുപോലെ കിടത്തി വെച്ച് കൊടുക്കണം കേട്ടോ. ഇപ്പൊ ഇത് നമ്മൾ നിറച്ചു കൊടുത്ത വെള്ളം നന്നായിട്ട് ഐസായിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു അടപ്പൊന്ന് ഓപ്പൺ ചെയ്യാണ്. ഇപ്പൊ കണ്ടില്ലേ, ഈ ഒരു കുപ്പിയുടെ വായ്ഭാഗത്തിന്റെ പകുതി ഭാഗം മാത്രമാണ് ഐസ് കട്ടി ആയിട്ടുള്ളൂ. പകുതി ഭാഗം ഗ്യാപ്പാണ്. ഇനി ഈ ഒരു ഗ്യാപ്പിൽ കൂടി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് ആ ഒരു ഗ്യാപ്പിൽ കൂടി മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ദാഹിച്ചു വന്നാലും ഐസ് കട്ട അലിയുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആ ഒരു ഗ്യാപ്പിൽ കൂടി നമുക്ക് സാധാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തണുത്ത വെള്ളം കുടിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ കുപ്പി എടുക്കുന്ന ടൈമിൽ വായ്ഭാഗം കൂടുതലുള്ള കുപ്പി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി, അതായത് 1/4 ഭാഗത്തിന് മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ വെള്ളം സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ തണുത്ത വെള്ളത്തിനൊക്കെ വേണ്ടിയിട്ട് കുപ്പിയിലാക്കിയിട്ട് ഫ്രീസറിലോട്ട് വെള്ളമാക്കി വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള സ്റ്റീലിൻ്റെ ഗ്ലാസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പോളം പുട്ടുപൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പൊടിയിലിട്ട് കുഴക്കാതെ ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കാനുള്ള ആ ഒരു വെള്ളത്തിലോട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഉപ്പ് കൂടുകയില്ല, ഒട്ടും കുറഞ്ഞും പോകത്തില്ല. നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇനി ഈ ഒരു വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് മാവ് കുഴച്ചെടുക്കാവുന്നതാണ്. പിന്നെ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ അടുക്കളയിൽ കുക്കിങ്ങിനൊക്കെ കയറിയിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അവർക്കൊക്കെ പേടി കാണും ഈ ഒരു ഉപ്പ് കൂടിപ്പോവോ കുറഞ്ഞു പോവോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മാവൊക്കെ കുഴച്ചെടുക്കുന്നതാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ഉപ്പൊക്കെ ഉണ്ടാവും കേട്ടോ.
അപ്പോൾ ഞാൻ എന്താ വെള്ളമാക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു 2 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും ആ ഒരു വെള്ളമൊക്കെ അതിലോട്ട് അബ്സോർബ് ആയിട്ട് ഒന്ന് സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു പുട്ടുപൊടിയുടെ കറക്റ്റ് പാകം അറിയാനായിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഉരുളകളായിട്ട് കിട്ടുകയും വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട്, അതായത് ഈസി ആയിട്ട് പൊടിച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ് കറക്റ്റ് ഇതിന്റെ പാകം. അപ്പോൾ ഇത് മിക്കവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു സ്റ്റീലിന്റെ ഗ്ലാസ് ആണ്. ഇനി ഈ ഒരു ഗ്ലാസ്സിലോട്ട് നമുക്ക് ആ ഒരു പുട്ടുപൊടി നിറച്ചു കൊടുക്കാം. അപ്പൊ ആദ്യം ഞാൻ സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കാനൊക്കെ ചെയ്യുന്നത് പോലെ ഫസ്റ്റ് തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഈ ഒരു ഗ്ലാസ് നിറയത്തക്ക രീതിയിൽ ഇതിലോട്ട് നമുക്ക് പുട്ടുപൊടി നിറച്ചു കൊടുക്കാം. ഇതുപോലെ ഗ്ലാസിന്റെ മുകളിൽ വരെ നിറച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. ഒത്തിരി അങ്ങോട്ട് അമർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. കൈവച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ലെവലാക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ടാണ്. ഇനി ഈ ഒരു പുട്ടുപൊടി നിറച്ച ഈ ഒരു സ്റ്റീലിന്റെ ഗ്ലാസ് നമുക്ക് ഈ ഒരു തട്ടിലോട്ട് ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ചു കൊടുക്കാം. ഇനി ഈ ഒരു സ്റ്റീലിന്റെ ഗ്ലാസ് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ആ ഒരു പുട്ടിന്റെ ഷേപ്പിൽ തന്നെ അതിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഏത് സ്റ്റീലിന്റെ ഗ്ലാസ് ആണോ എടുത്തത് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. അത്ര പെട്ടെന്നൊന്നും അത് പൊടിഞ്ഞു പോകുന്നില്ല. ഇനി ഈ ഒരു രീതിയിൽ തന്നെ പുട്ടുപൊടി നിറച്ചതിന് ശേഷം അടുത്ത സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോ ഞാൻ എടുത്തിട്ടുള്ള 5 കുഴിയുള്ള ഇഡ്ഡലി തട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു 5 കുഴിയിലായിട്ട് ഇതുപോലെ ഗ്ലാസ് ഒന്ന് കമഴ്ത്തി പുട്ടുണ്ടാക്കി കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നതുകൊണ്ട് പുട്ടിന് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. സാധാരണ നമ്മൾ പുട്ടുകുറ്റിയിലൊക്കെ പുട്ടുണ്ടാക്കുന്ന ടൈമിൽ 3-4 പ്രാവശ്യമൊക്കെ പുട്ടുണ്ടാക്കിയാൽ മാത്രമേ ഒരു ഫാമിലിയിലുള്ളവർക്ക് തികയുള്ളൂ. എന്നാൽ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒറ്റ തവണ മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസും ലാഭമാണ്. ഇപ്പൊ ഞാൻ എന്താ ഈ ഒരു തട്ടിലുള്ള 5 കുഴികളും ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനടിയിലായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് തിളയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ട് ഈ ഒരു പാത്രത്തിലോട്ട് ഇറക്കി വെച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ എന്താ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നന്നായിട്ടൊന്ന് ആവി കയറട്ടെ. ഇതിപ്പോ ഞാൻ എടുത്തിട്ടുള്ളത് 5 തട്ടുള്ള ഇഡ്ഡലി തട്ടായതുകൊണ്ട് തന്നെ ഏറ്റവും മുകളിലത്തെ ഭാഗത്താണ് ഈ ഒരു തട്ട് നിൽക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പാത്രത്തിന്റെ അടപ്പ് തന്നെ നമുക്ക് ഇട്ട് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്താ ഇതുപോലൊരു ബേസ് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ആവിയൊക്കെ വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാല് ഈ ഒരൊറ്റ തവണ നമ്മൾ ആവി കയറ്റി എടുക്കുമ്പോഴേക്കും ഒരു ഫാമിലിക്ക് കഴിക്കേണ്ട രീതിയിലുള്ള പുട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതേസമയം നമ്മൾ ഇതുപോലെ പുട്ടുകുറ്റിയിലൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഒത്തിരി അധികം ഗ്യാസ് നഷ്ടമാവും. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഒത്തിരി അധികം സമയം ചെലവാക്കുകയും വേണ്ടി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആവശ്യം വരില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പുട്ടുകുറ്റിയുടെ ചില്ല് നഷ്ടപ്പെടുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലോട്ട് ഗസ്റ്റ് ഒക്കെ വരുന്ന ടൈമിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് പറ്റും. പിന്നെ ചിലവർക്കാണെങ്കിൽ ഈ ഒരു ഗ്ലാസിന്റെ ഷേപ്പിലോട്ട് ഈ ഒരു പുട്ട് കാണുന്നത് വലിയ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറയാണ്, നമ്മൾ ഗ്ലാസ് എടുക്കുന്ന ടൈമിൽ ഈ ഒരു വായ്ഭാഗത്തിനേക്കാളും താഴ്ഭാഗം ഒത്തിരി അധികം വട്ടം കുറഞ്ഞ ഗ്ലാസ് എടുക്കാതെ ഇതുപോലെ വായ്ഭാഗത്തിനേക്കാളും കുറച്ചൊരു വ്യത്യാസം മാത്രം വരുന്ന ഇതുപോലുള്ള ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അധികം വലിയ ഷേപ്പ് വ്യത്യാസം വരില്ല. അതായത് ഏകദേശം ആ ഒരു പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കുന്ന പുട്ടിന്റെ അതേ ഷേപ്പിന് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പുട്ടിലോട്ട് ആവിയൊക്കെ കയറിയിട്ടുണ്ട്. പുട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പൊ ഇതാ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷേപ്പ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, പുട്ടുകുറ്റിയിൽ നിന്നുള്ള പുട്ടുണ്ടാക്കുന്ന ആ ഒരു ഷേപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ഗ്ലാസിന്റെ ഷേപ്പ് ഒന്നും ഇതിലോട്ട് വന്നിട്ടില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുന്ന ടൈമിൽ എളുപ്പപ്പണി എന്നുള്ള രീതിയിൽ ഈ ഒരു ട്രിക്ക് ഒക്കെ പ്രയോഗിക്കാവുന്നതാണ്. ഇനി ഈ ഒരു തട്ടിൽ നിന്ന് നമുക്ക് പുട്ട് പുറത്തെടുക്കാനായിട്ട് ഇതുപോലെ സ്പൂൺ യൂസ് ചെയ്താൽ മതി. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് എളുപ്പം ഈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. അങ്ങനെ ഞാൻ എന്താ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധാരണ നമ്മുടെ പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കുന്ന പുട്ടിന്റെ അതേ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാനൊരു സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് താഴ്ഭാഗം വട്ടം കുറവുള്ള ഗ്ലാസ്സിലോട്ട് ഇതുപോലെ പുട്ടുപൊടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത ഗ്ലാസ്സിൽ ഉണ്ടാക്കിയ പുട്ടും ഈ ഒരു പുട്ടും കൂടി നമുക്ക് നോക്കാം. ഇപ്പൊ ഇതാ കണ്ടില്ലേ, ആ ഒരു ഷേപ്പ് വ്യത്യാസം നന്നായിട്ട് തന്നെ ഉണ്ട്. അപ്പൊ ഇതുപോലെ താഴ്ഭാഗം വട്ടം കൂടുതലുള്ള ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഷേപ്പിന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഇനി പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വില കുറവിൽ കുറച്ചധികം തക്കാളിയൊക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ വാങ്ങിച്ചു വെക്കുന്ന ടൈമിൽ അത് പെട്ടെന്ന് ചീത്തയായി പോവാതിരിക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു തക്കാളി നന്നായിട്ട് തന്നെ തുടച്ചെടുക്കാം. വെള്ളത്തിന്റെ അംശം ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. ഇനി ഇതുപോലെ ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലോട്ട് ഇതുപോലെ തക്കാളി ഒന്ന് കമഴ്ത്തി വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ കമഴ്ത്തി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കുറെ നാൾ തന്നെ കേടുകൂടാതിരിക്കും. അപ്പൊ മാർക്കറ്റിൽ തക്കാളിക്കൊക്കെ വില കുറയുമ്പോൾ ഒത്തിരിയധികം തക്കാളിയൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കുറെ നാൾ കേടുകൂടാതിരിക്കുകയും ചെയ്യും. മാത്രമല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.